പാലായിൽ UDFന് ഭരണം നഷ്ടമായിരിക്കുന്നു. LDFന്റെ അവിശ്വാസ പ്രമേയം കോൺഗ്രസിലെ 4 കോൺഗ്രസ് കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടിയാണ് പാസ്സായത്. സ്വതന്ത്ര മുന്നണിയിലെ ചെയർപേഴ്സൺ ദിയ ബിനു പുറത്തായി. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലാ നഗരസഭയിൽ 17 കൗൺസിലർമാരുടെ പിന്തുണയിൽ LDFന്റെ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ്. LDFന്റെ 12 അംഗങ്ങൾ, ഒപ്പം തന്നെ UDFിൽ നിന്നുള്ള 5 അംഗങ്ങൾ. അതിൽ UDFന്റെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് ലഭിച്ചിരിക്കുന്നത്. ചെയർപേഴ്സണെതിരെ വൈസ് ചെയർപേഴ്സൺ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സവിശേഷതയും കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ 4 അംഗങ്ങൾ വിപ്പ് ലംഘിച്ചുകൊണ്ട് LDFന്റെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എടുത്ത യോഗത്തിൽ പങ്കെടുക്കാനെത്തി അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. അങ്ങനെയാണ് 17 അംഗങ്ങളുടെ പിന്തുണ LDFന്റെ അവിശ്വാസ പ്രമേയത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാലാ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബിജു പലപ്പടവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവന്നിരിക്കുന്നത് വിജയിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പാലായിലെ ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഞങ്ങൾക്ക് ഭരണം പിടിക്കാമായിരുന്നു. ഞങ്ങൾ വേണ്ട നിലപാടെടുത്ത് തുടർന്നും ഞങ്ങൾ ഭരണത്തിൽ ഭരണം സ്വീകരിക്കുന്നതിൻ്റെ നിലപാട്. പിന്നെ സത്യത്തിനുള്ള പോരാട്ടത്തിൽ 17 പേര് പങ്കെടുത്തു. അപ്പോൾ ആ 17 പേരുമായിട്ട് സഹകരിച്ചു പോകുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. കേരള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അങ്ങനെ ഒരു ഭരണ സംവിധാനം കോൺഗ്രസ് പിന്തുണ ഞങ്ങൾ LDF മുന്നണി തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾ പാലാ മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു മുന്നണി മാറ്റത്തിൻ്റെ മുന്നണി മാറ്റമൊന്നും അല്ല ഇവിടെ. ഇവിടെ പാലാ കഴിഞ്ഞ 6 മാസമായിട്ട് പാലായി ഭരണസമ്പന്നമായിരുന്നു. പിന്നെ ഇവിടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു. അതെല്ലാം തകർക്കുക, പാലായ്ക്ക് ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടാകുക. ആ ഭരണത്തിന് വേണ്ടി സമാന ചിന്താധികാരോട് യോജിച്ചാലേ പോളൂ. അതായത് കാലം കാത്തിരുന്ന ഒരു കാവ്യനീതിയായിരുന്നു. ആ കാവ്യനീതി ഇവിടെ നടന്നു, അത്രേ ഉള്ളൂ. ഇതിന് ശേഷം എന്ത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇനി LDF UDF അപ്പോൾ 2 പക്ഷത്തുള്ള ആൾക്കാരാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും പറഞ്ഞെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഭരണപക്ഷത്തിന് സാങ്കേതികമായിട്ടേ ഉള്ളൂ. കാരണം എല്ലാവരും ഞങ്ങൾ ആൾക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് സഹകരിച്ച് പോകുന്നതിന് അങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്ന കോൺഗ്രസ് ഒന്നും അതിന് അർത്ഥമില്ല. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ സഹകരിച്ചു പോകും. അത്രയാണ്. സമാന മനസ്കതയുള്ള ആളുകളുമായി, അത് പ്രത്യേകിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ സഹകരിക്കാൻ തയ്യാറാണെന്നുള്ള അല്ല, അവർ സ്വാഭാവികമായിട്ടും അവരാണല്ലോ അവിശ്വാസം ആദ്യം പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് സാങ്കേതികമായിട്ട് അവിശ്വാസ പ്രമേയം നോട്ടീസ് കൊടുത്താലും അവരിൽ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് അവരിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു വന്നു. ഞങ്ങൾ പറഞ്ഞത് എന്നോട് യോജിച്ചവരല്ലേ, ആ യോജിച്ചവരെ ഞങ്ങൾക്ക് തള്ളി പറയേണ്ട ആവശ്യം. എന്തായാലും ഭരണ സംവിധാനം പാലായിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമാന മനസ്കരായ കോൺഗ്രസ് കൗൺസിലർമാരുടെ അടക്കം പിന്തുണയോടുകൂടി അങ്ങനെയെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഭരണ സംവിധാനം പാലായിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാം യോജിച്ചുകൊണ്ടുള്ള 2 മുന്നണിയിലാണ് കേരളത്തിലുള്ളത്, LDFിലും UDFിലും. പക്ഷേ പാലായിലേക്ക് വരുമ്പോൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ 2 കക്ഷികളും ഒന്നായി ചേർന്നുകൊണ്ടുള്ള പാലായിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ വാക്കുകളിൽ നിന്ന് ഉണ്ടാവുകയാണ്. എന്തായാലും LDF ആണ് ഈ അവിശ്വാസ പ്രമേയം പാലായിൽ കൊണ്ടുവന്നതെങ്കിലും അതിനുള്ള കളം ഒരുക്കി നൽകിയത് UDF തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങളാണ്. ഈ സ്വതന്ത്ര കൂട്ടായ്മ ചെയർപേഴ്സണായിട്ടുള്ള രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ബിനുവിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, 3 പേരടങ്ങുന്ന സ്വതന്ത്ര മുന്നണി UDF പിന്തുണയ്ക്കുമ്പോൾ UDFിൻ്റെ മുന്നണി മര്യാദകൾ ഈ സ്വതന്ത്ര മുന്നണി നിരന്തരമായി ലംഘിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണ പിൻവലിക്കുന്നു എന്നുള്ള പരസ്യ പ്രതികരണം നടത്തിയത്. ആ പരസ്യ പ്രതികരണമൊക്കെ നടത്തിയതിനു ശേഷമാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ആ അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ 4 പേർ പിന്തുണയ്ക്കുകയും ചെയ്തു. അതുകൂടാതെ UDFിൻ്റെ സ്വതന്ത്ര അംഗമായ നഗരസഭ വൈസ് ചെയർപേഴ്സണായ മായ രാഹുലും ഈ ചെയർപേഴ്സണെതിരുള്ള അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു എന്നുള്ള ഒരു സവിശേഷ കാര്യം കൂടി ഉണ്ട്. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം DCC പ്രസിഡന്റ് കോൺഗ്രസ് കൗൺസിലർമാർക്ക് നൽകിയിരുന്നു. പക്ഷേ ആ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ ഇവിടെ എത്തുകയും LDFിൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഒരു ഇന്ത്യ സഖ്യം ഇവിടെ പാലായിൽ സാധ്യമാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കാനുള്ള കാര്യം. അങ്ങനെയെങ്കിൽ കോൺഗ്രസും കേരള കോൺഗ്രസും CPM-ഉം എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യ സഖ്യമായിരിക്കും പാലായിൽ സാധ്യമാവുക. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.